പത്തനംതിട്ട കീഴ്വായ്പൂരിൽ 61കാരിക്ക് ഗുരുതരമായി പൊള്ളലേറ്റ് പരിക്കേറ്റ സംഭവമാണ്. കേസാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. 61കാരിയുടെ വീടിന് തീപിടിക്കുകയും പൊള്ളലേൽക്കുകയും ചെയ്ത സംഭവത്തിൽ സമീപത്തെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന പോലീസുകാരൻ്റെ ഭാര്യയ്ക്കെതിരെ കേസ്. ആശാപ്രവർത്തകയായ ലതയുടെ വീടിന് ഇന്നലെ വൈകിട്ടാണ് തീപിടിച്ചത്. ഇവരുടെ വീടിനോട് ചേർന്നുള്ള പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സുമയെ അതിക്രമിച്ച് കയറി സ്വർണ്ണാഭരണങ്ങൾ ചോദിച്ചതിൽ നൽകാത്തതിലുള്ള വിരോധത്തിൽ തീ കൊളുത്തിയെന്നാണ് കേസ്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ കേസിൽ ഈ പോലീസുകാരൻ്റെ ഭാര്യയ്ക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇവർ തന്നെയാണ് ഈ സുമയ്യ എന്ന സ്ത്രീ വീടിന് തീയിട്ടു എന്നാണോ കരുതുന്നത്? ഏറ്റവും വലിയ ദുരൂഹത നിറഞ്ഞ ഒരു കേസായിട്ടാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കീഴ്വായ്പൂരിലെ പോലീസ് സ്റ്റേഷൻ തൊട്ട് അടുത്ത് താമസിക്കുന്ന ഈ ലതാ കുമാരിയുടെ വീടിന് തീപിടിച്ച് വീടിനുള്ളിൽ കൈകാലുകൾ കെട്ടി ബന്ധിച്ച നിലയിൽ ലതാകുമാരിയെ കണ്ടെത്തുന്നത്. വീട്ടിൽ ആ സമയം ആരും ഉണ്ടായിരുന്നില്ല. ഉടൻ തന്നെ ആളുകളുടെ നിലവിളി കേട്ട ആളുകൾ വന്ന് കൊണ്ടുപോയി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ഒരു മൊഴി നൽകുക. കാതിലും കഴുത്തിലും ഉണ്ടായിരുന്ന ആഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു. അപ്പോഴാണ് പോലീസ് തൊട്ടടുത്ത് തന്നെ പോലീസ് ക്വാർട്ടേഴ്സ് താമസിക്കുന്ന സുമയ്യ എന്ന് പറയുന്ന യുവതിയാണ് തന്നെ ഇത്തരത്തിൽ അപായപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ അപഹരിച്ചെന്നുള്ള മൊഴി ലതാകുമാരി നൽകിയിരുന്നു. അതിനെ തുടർന്നുള്ള അന്വേഷണമാണ് മറ്റൊരു വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഈ സുമയ്യ ഒരു പോലീസുകാരന്റെ ഭാര്യയാണ്. ആ സുമയ്യയ്ക്ക് ഓഹരി വിപണിയിൽ, അതായത് ഓഹരി ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ച് ഏകദേശം 40 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായി പറയുന്നു. ആ രൂപ മൊബൈൽ ആപ്പ് വഴി ആ തുക അടയ്ക്കാൻ വേണ്ടി പല മൊബൈൽ ആപ്പുകളിൽ നിന്നും പണം എടുത്ത് ഇത് തിരിച്ചടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ വലിയൊരു കടബാധ്യത സുമയ്ക്കുണ്ടായി. ആ കടബാധ്യത തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാതെ വന്ന സമയത്താണ് ഈ ലതാകുമാരിയുടെ വീട്ടിലെത്തി 2 ദിവസം മുമ്പ് ഒരു 1 ലക്ഷം രൂപ കടം ചോദിച്ചിരുന്നു. അത് നൽകിയില്ല. തുടർന്ന് സ്വർണ്ണാഭരണങ്ങൾ പണയം നൽകാൻ ആവശ്യപ്പെട്ടു. അതും നൽകിയില്ല. അങ്ങനെ ഒരു വാശിയും വൈരാഗ്യവും ഈ സുമയ്ക്കുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആരുമില്ലാത്ത സമയത്ത് ഭർത്താവ് ജോലിക്ക് പോയിരുന്നു. ലതാകുമാരിയുടെ ഭർത്താവ് ജോലിക്ക് പോയ സമയത്താണ് ഇത്തരത്തിൽ വീട്ടിൽ അതിക്രമിച്ച് കയറി കൈകാലുകൾ ബന്ധിച്ചതിന് ശേഷം ഈ ആഭരണങ്ങൾ മോഷ്ടിക്കുകയും ഒപ്പം വീട് തീയിടുകയും ചെയ്തത്. എന്തായാലും ഈ ലതാകുമാരിയുടെ നിലവിളി കേട്ടാണ് അയൽവാസികൾ ഓടിയെത്തി ആശുപത്രിയിൽ എത്തിക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനൊരു മൊഴി നൽകുന്നത്. എന്തായാലും പോലീസുകാരന്റെ ഭാര്യയാണ്. പോലീസ് വിശദമായി ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി ഈ ക്വാർട്ടേഴ്സ് സീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പരിശോധന ചെയ്തിട്ടുണ്ട്. എന്തായാലും വിശദമായ ഒരു മൊഴി ഇവരിൽ നിന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ലതയെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെ വീടിന് തീയിട്ടു എന്നല്ലേ കരുതേണ്ടത്, മനസ്സിലാക്കേണ്ടത് ശശി? അപ്പം തീർച്ചയായിട്ടും ലതയെ ആശാപ്രവർത്തക മല്ലപ്പള്ളിയിലെ ആശാപ്രവർത്തകയാണ് ലതാകുമാരി. എന്തായാലും ലതാകുമാരിയെ കൊലപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കൈവശപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ചെയ്തത്. അതിൽ എന്തായാലും ഈ ലതയുടെ നിലവിളി കേട്ടാണ് ആളുകൾ ഓടിക്കൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. നമുക്ക് മനസ്സിലാക്കണം, ആദ്യഘട്ടത്തിൽ ആർക്കും ഇത് മനസ്സിലാവില്ല. കാരണം സമീപ പ്രദേശങ്ങളിലൊക്കെ മോഷണം ഈ കാലങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷെ പ്രതികളെ പിടിക്കാൻ കഴിഞ്ഞില്ല. ആരാണ് ഇത് ചെയ്തതെന്നുള്ളത് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ഈ സമയം ഈ തീ പിടിച്ച സമയത്ത് ഈ ലതാകുമാരിയും കൃത്യമായൊരു മൊഴി നൽകിയിരുന്ന പരസ്പര വിരുദ്ധമായ കാര്യമാണ് ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്നത്. പിന്നീടാണ് ഈ അയൽവാസിയായ, അതായത് പോലീസ് ക്വാർട്ടേഴ്സിൽ സ്റ്റേഷന്റെ അടുത്ത് തന്നെയാണ്, പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ്, അതിനോട് അടുത്ത് താമസിക്കുന്ന പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സുമയ്യ എന്ന് പറയുന്ന സ്ത്രീയാണ് ഇത്തരത്തിൽ തന്നെ അപായപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കവർന്നു എന്ന കാര്യം പോലീസിനോട് പറഞ്ഞു. എന്തായാലും അത് ശുചിമുറിയുടെ ഫ്ലഷ് ടാങ്കിൽ നിന്നും ഈ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ് നായും അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരൊക്കെ സ്ഥലത്തെത്തിയാണ് വിശദമായ പരിശോധന നടത്തിയ ശേഷമാണ് സുമയുടെ മൊഴി രേഖപ്പെടുത്തിയത്. എന്തായാലും ഇത്തരത്തിലൊരു വലിയ സംഭവം, അത് സാധാരണ ആളുകൾ ആദ്യം ആശങ്കപ്പെടുന്ന ഇത്തരത്തിലൊരു കൊലപാതക ശ്രമം ഒരുപക്ഷെ ആരാണെന്നുള്ള വ്യക്തത ലഭിക്കാത്തൊരു സാഹചര്യം. കാരണം ആദ്യഘട്ടത്തിൽ ഈ അപകടത്തിൽ തീപ്പൊള്ളലേറ്റ് പരിക്കേറ്റ ലതാകുമാരിക്ക് കാര്യങ്ങൾ പറയാനും ബുദ്ധിമുട്ടായിരുന്നു. കാരണം മൊഴി എടുക്കുന്നതിനും ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ആരാണ് വീട്ടിൽ ഈ സമയം അതിക്രമിച്ചു കഴിഞ്ഞ് ഇത്തരത്തിലൊരു ക്രൂരമായ രീതിയിൽ കൈകാലുകൾ കെട്ടിയിട്ട് സ്വർണ്ണമാലയും വളയും കവർ നിർത്തി നിർമ്മിച്ചൊരു ആശങ്ക പോലീസുകാർക്ക് പോലും ഉണ്ടായി. പിന്നീടാണ് ഇവർ മൊഴി നൽകുന്നത് പോലീസ് ക്വാർട്ടേഴ്സിലെ സ്ത്രീയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ പോലീസുകാരുടെ ഭാര്യ സുമയ്യയ്ക്ക് ലക്ഷങ്ങളുടെ കടബാധ്യത, അത് പരിഹരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പോലീസുകാരനോട് പോലും അവർ നേരത്തെ പറഞ്ഞിരുന്നില്ല. തനിക്ക് ഇത്തരം വിഷയമുണ്ട്, ഇത്ര സാമ്പത്തിക ബാധ്യതയുണ്ടെന്നുള്ള കാര്യം ഈ പോലീസുകാരനോട് പോലും പറഞ്ഞിരുന്നില്ല. ഇവർ സ്വയമേ തന്നെ ചെയ്ത കാര്യമാണ്. അത് പിന്നീട് പോലീസിനോട് മൊഴിയിൽ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പോലീസ് ക്വാർട്ടേഴ്സും പോലീസും സീൽ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു വലിയ ഇവരെ അപായപ്പെടുത്തി സ്വർണം കൈക്കലാക്കി ഈ പണം കടബാധ്യത തീർക്കാമെന്ന്. സ്വർണം തട്ടിയെടുക്കുന്നതിനപ്പുറം മറ്റെന്തെങ്കിലും മുൻവൈരാഗ്യം ഈ ലതയോട് സുമയ്ക്കുണ്ടായിരുന്നോ?
അത്തരം മുൻവൈരാഗ്യങ്ങളൊന്നും തന്നെ ഇവർ തമ്മിൽ ഇല്ലായിരുന്നു എന്നുള്ള ഇവർ സുഹൃത്തുക്കളായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. തൊട്ടടുത്ത അയൽവാസികളായതുകൊണ്ട് തന്നെ പോലീസ് കോട്ടേഴ്സിൽ താമസിക്കുന്നവരായതുകൊണ്ട് തന്നെ വീട്ടിലെത്തുകയും കാര്യങ്ങൾ പറയുകയും ഒക്കെ പരസ്പരം ബന്ധമുള്ള സ്നേഹബന്ധമുള്ളവരായിരുന്നു ഇവർ പരസ്പരം. അതുകൊണ്ട് തന്നെ ആണ് ഇത്തരത്തിലൊരു സാമ്പത്തിക ബാധ്യത വന്നപ്പോൾ അത് തിരിച്ചടയ്ക്കാൻ മാർഗം 1 ലക്ഷത്തോളം രൂപ അടയ്ക്കണമായിരുന്നു. അത് മൊബൈൽ ആപ്പ് വഴി ലോൺ എടുത്തിട്ടുണ്ട്. ഈ ഓഹരി വിപണിയിൽ പണം നിക്ഷേപിച്ച് നഷ്ടമായതോടുകൂടി തന്നെ അത് തിരിച്ചടയ്ക്കാൻ വേണ്ടി അത് അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ കണ്ടെത്തിയത് മൊബൈൽ ആപ്പ് വഴി ലോണുകൾ വായ്പ എടുക്കുക. അത്തരം വായ്പകൾ എടുത്ത് അത് കുടിശ്ശികയായി നിക്കക്കള്ളിയില്ലാതെ വന്ന് ആ പണം തിരിച്ചടയ്ക്കേണ്ടതായി വന്ന സാഹചര്യത്തിലാണ് ഈ സുമയ്യ ഈ ലതാകുമാരിയുടെ വീട്ടിലെത്തി ലതാകുമാരിയോട് പണം ആവശ്യപ്പെടുന്നു. ആദ്യം പണമാണ് ആവശ്യപ്പെട്ടത്, പണമില്ലെന്ന് പറയുന്നു. പിന്നീട് രണ്ടാമത് ഈ സ്വർണ്ണാഭരണങ്ങൾ തന്ന് പണയം വെക്കാൻ വേണ്ടി തരണമെന്ന് ആവശ്യപ്പെടുന്നു. അന്നേരം നൽകിയില്ല. ഇതിന്റെ ഒരു വൈരാഗ്യമാണ് പിന്നീട് ഈ ഒരു ക്രൂരകൃത്യത്തിലേക്ക് പോകാൻ കാരണമെന്നാണ് പോലീസ് വ്യക്തമാക്കുക. അത്തരം മൊഴി നൽകിയിരുന്നു എന്നുള്ളത് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ സുമയ്യയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ എന്തായാലും വലിയ ക്രൂരമായ രീതിയിൽ ഒരു കൊലപാതകത്തിന് തന്നെയാണ് പ്ലാൻ ചെയ്തതെന്നുള്ളതാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സുമയ്യ വ്യക്തമാക്കിയിട്ടുള്ളത്. യെസ്, ശശിനാരായണ വിവരങ്ങൾ നൽകിയത്.